അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വളരെ നിർബന്ധിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ട് ആയിട്ട് തോന്നി. ഞാൻ വന്നതിൽ എനിക്കിപ്പം പങ്കുകൊണ്ടത് എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ ഒരു ഇതില് എനിക്ക് പങ്കുകൊള്ളാൻ പറ്റിയല്ലോ, എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ആശംസകൾ മോഡി ഗവൺമെന്റ് ആശംസകൾ. 28 വർഷത്തായില്ല ചേച്ചിയുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് മോഡി ഗവൺമെന്റ് തുടങ്ങിയിട്ട് 28 വർഷമായി. 28 വർഷം ആയപ്പോ ഞങ്ങളുടെ വീട്ടില് ആദ്യമായിട്ട് മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ മോഡി ഗവൺമെന്റ് എന്തിനാ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയത്തില്ല. ആ സമയത്ത് സാർ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, 7 ബിസിനസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇതൊക്കെ വേണം, ഇത്രയും ഇത് 7 പ്രോഡക്റ്റല്ലേ ഉള്ളു, ഇത് വെച്ച് എനിക്ക് എന്ത് സാധിക്കാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, ഇത് സ്വപ്നങ്ങൾ കാണാനും സ്വപ്നങ്ങൾ നേടാനുള്ള ബിസിനസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർന്നെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു ബിസിനസ് അല്ല, ഇതാണ് ബിസിനസ്, നീ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ, 7 സാധനങ്ങളുള്ളു, ഇതിന്റെ വിലയൊക്കെ പറഞ്ഞ് വിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാനല്ല വിൽക്കാൻ പോകുന്നത്, എന്റെ താഴെ പല ആൾക്കാർ വരും, പല ഗ്രൂപ്പുകൾ വരും, അതിൽ പല മെഡിക്കൽമാർ കാണും, എന്നേക്കാൾ മെഡിക്കലായ പലരും എന്ന് പറഞ്ഞു. അതിൽ പല എനിക്ക് അറിയാവുന്ന ചില ആൾക്കാരാണ് ശിവശങ്കർ സാറ്, മനോജ് സാറ്, ലേന മനോജ്, ഇവരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ. അങ്ങനെ പല ലീഡേഴ്സും വന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരു മോട്ടിവേഷൻ സാർക്ക് കൊടുത്തിട്ടില്ല, ഒരു പ്രോഗ്രാം ഞാൻ പോകുന്ന ആളുമില്ല, എന്റെ രംഗത്തുമില്ല, കൊണ്ടുപോകുമില്ല. പക്ഷേ വളരെ ഫോറിൻ ഗ്രൂപ്പൊക്കെ 21 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് സാറ് പറഞ്ഞ്, ഞാൻ ഇല്ലെങ്കിലും എന്റെ ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ ഭാര്യയും മക്കളും എന്റെ വേർപാട് അറിയരുത്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനുള്ള ഒരു ഇതാണ് പാസീവ് ഇൻകം എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ആ പാസീവ് ഇൻകത്തിലാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം അത്രയും ഉള്ളത് പോലെ അല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക ശ്രദ്ധകളും അതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ, ഞാൻ അറിയാതെ തന്നെ ഈ ബിസിനസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം വരുന്നുണ്ട്. ഞാൻ ഒരു സ്വന്തം ഇതുവരെ ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ മാസവും അതിന്റെ ഇൻകം വരുന്നുണ്ട്. എനിക്ക് ആ ദുഃഖം സാറ് പറഞ്ഞാൽ ആ ദുഃഖം ഞാൻ അറിയാതെ ജീവിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ നന്ദി. ഈ മോണിറ്ററിൽ സാറ് ചേർന്നില്ല, ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.